ഞാൻ കൊണ്ടുവന്നതാണ്, ഇതങ്ങ് സ്വീകരിച്ചാൽ. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം വിവർണമാവുകയും വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ എവിടെ നിന്നാണോ സ്വരൂപിച്ചത് അവിടെ തന്നെ നിങ്ങളത് കൊണ്ടുവെക്കുക. കാരണം ആ കുഞ്ഞുങ്ങളെ അമ്മ പക്ഷി അവിടെ ആ മക്കളെ കാണാതെ വിഷമിച്ച് അലയുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനുഷിക മൂല്യങ്ങൾക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങളോട് എത്രത്തോളം കരുണ കാണിച്ചിരുന്നു എന്നതാണ്. നേരത്തെ യാസ്താനും അതുപോലെ ഉദ്ഘാടന പ്രസംഗം പറഞ്ഞ ഒരു വാക്കുകൂടി ഇതിനോട് ചേർത്ത് ഞാൻ എത്താം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മുതൽ മരണം വരെ അതിന് മുമ്പ് വന്ന അമ്പിയാമസനങ്ങൾ എന്ന് പറയുന്നത് പ്രവാചകന്മാരെ അറബിയിൽ പറയാൻ അമ്പിയാമസനങ്ങൾ, അവർ ആദം നബി മുതൽ അവസാന നബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയും അതിനുശേഷം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് എല്ലാവിധ ജീവിത മാർഗങ്ങൾ, എങ്ങനെയാണ് ജീവിക്കേണ്ടതും ഏത് വിധത്തിലാണ് ജീവിക്കേണ്ടതും എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടതും എന്നുള്ള കാര്യങ്ങൾ മൊത്തം പഠിപ്പിച്ച ഒരു പ്രവാചകൻ ആണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബൂസൂരി ഇമാം പറഞ്ഞ പോലെ ഇത് ഒരു പക്ഷി ബൂസൂരി ഇമാമിനോട് പറഞ്ഞു, അദ്ദേഹം റസൂലിൻ്റെ മദഹുകൾ എഴുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പക്ഷി വന്ന് സ്വന്തം ചുണ്ട് കൊണ്ട് കടലിലെ വെള്ളം എടുത്ത് കരയിലേക്ക് എടുക്കാം. ഈ സമയത്ത് ബൂസൂരി ഇമാം ചോദിച്ചു, അല്ലയോ പക്ഷി, താൻ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു, ഈ കടലിലെ വെള്ളം വറ്റിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു ആക്ഷേപത്തോട് ചോദിച്ചു, നിന്റെ ഈ ചുണ്ടിൽ എത്രത്തോളം വെള്ളം സ്വരൂപിച്ച് ഇതിനെ തീർക്കാൻ, ഈ കടലിനെ വറ്റിക്കാൻ പറ്റും? അപ്പോൾ ആ പക്ഷി തിരിച്ചു പറഞ്ഞൊരു ചരിത്രമുണ്ട് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ. ആ പക്ഷി പറഞ്ഞു, നിങ്ങളിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ എഴുതി തീർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഈ കടലിലെ മഷി മുഴുവനും വെള്ളം മുഴുവനും മഷിയാക്കിയാലും ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നിങ്ങൾ കടലാസാക്കി ഉപയോഗിച്ചാലും നബിയുടെ മദ്ഹുകൾ പറഞ്ഞ് തീർക്കാൻ സാധ്യമല്ല എന്ന് ആ പക്ഷി ബൂസൂരി ഇമാമിനോട് പറഞ്ഞു. ബൂസൂരി ഇമാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല, ബുർദ രചിച്ച മഹാനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം. അപ്പോൾ ഞാൻ ചുരുക്കി പറയാണ്, റസൂലിൻ്റെ മദ്ഹ് പറഞ്ഞ് അത് മുഴുപ്പിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.